السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനരായ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നമ്മെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ഹദീസുകളുടെ പ്രാമാണികതയും അതിൻ്റെ ആവശ്യകതയും കഴിഞ്ഞ സംസാരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്ന, പരിഹസിക്കുന്ന, വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഈ സമൂഹത്തിൽ നിന്നുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്തുത മുന്നറിയിപ്പ് വഹീന്റെ അടിസ്ഥാനത്തിലുള്ളതായതുകൊണ്ട് തന്നെ അത് സംഭവിച്ചിരിക്കും എന്ന കാര്യത്തിലും നമുക്കാർക്കും തർക്കമില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അത്തരത്തിലുള്ള വാദമുഖങ്ങളുമായി നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ചേകനൂർ മൗലവി എന്ന് പറയുന്ന വ്യക്തി, അയാളാണ് കേരളത്തിൽ പരസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസുകൾക്കെതിരെയും ആ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾക്കെതിരെയും ആ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള സഹാബിമാർക്കും ഇമാമിങ്ങൾക്കും ഹദീസ് റിപ്പോർട്ടർമാർക്കുമെതിരെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ച വ്യക്തിയാണ് അയാൾ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലും ഹദീസുകൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു ഹദീസ് നിഷേധി എന്നുള്ള നിലയിൽ, ഹദീസുകളെ പരിഹസിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അയാൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളുമെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ വളരെ സങ്കടകരമായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ചേകനൂർ മൗലവി എന്താണോ പറഞ്ഞിട്ടുള്ളത് ഹദീസുകൾക്കെതിരെ, അതിനെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായ രീതിയിൽ ഇന്നത്തെ മുസ്ലിം സംഘടനയിൽപ്പെട്ട ചില ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് സങ്കടകരമായ ഒരു സത്യമാണ്.
എൻ്റെ സംസാരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചേകനൂർ മൗലവിയെ പോലെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച പിഴച്ച വാദങ്ങൾ, വിശുദ്ധ ഖുർആനിനും പ്രവാചകന്റെ സ്വഹീഹായ ഹദീസുകൾക്കും എതിരായ ഘടകവിരുദ്ധമായ വാദങ്ങൾ, ആ വാദങ്ങൾ മുസ്ലിം സംഘടനകളിലെ ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഏറ്റെടുത്തതിൻ്റെ ഏകദേശം 10ഓളം ഉദാഹരണങ്ങൾ തെളിവ് സഹിതം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾ ഉണർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ. ഭൂമിയിൽ ദീനിന്റെ വിഷയത്തിൽ ഫസാദ് ഉണ്ടാക്കുന്ന നിഷേധികളായ ആളുകളുടെ മാർഗത്തെ നബിയെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഇത് വിശ്വാസികളുടെ കൽപ്പനയാണ്. ഹദീസ് നിഷേധികൾ ഇവിടെ ഫസാദ് ഉണ്ടാക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഹദീസ് നിഷേധികളുടെ വാദഗതികൾ നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ, നമ്മുടെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും നമ്മുടെ ചാറ്റിങ്ങുകളിലുമൊന്നും പ്രവാചകന്റെ ഹദീസുകൾക്കെതിരെ ഒരു ശബ്ദം പോലും ഉയരാൻ പാടില്ല. വലാ തത്തബിഉ സുബുല വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ വഴികേടുകളെ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ അത് വഴിതെറ്റിക്കുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ചേകനൂരികൾ എന്തു പറഞ്ഞാലും ഹദീസുകൾക്കെതിരെ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒന്നുപോലും വസ്തുതാവിരുദ്ധമല്ല. പക്ഷെ എന്തിനാണ് അത്തരം വാദങ്ങൾ നമ്മൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്? അറിഞ്ഞോ അറിയാതെയോ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ തെളിവ്, ഇവിടെ ചേകനൂർ മൗലവിയും അനുയായികളും പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രമാണമല്ല. വിശുദ്ധ ഖുർആൻ മാത്രമേ പ്രമാണമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. എന്താണതിന് കാരണം? ഖുർആൻ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഹദീസുകൾ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ്, ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ യാതൊരു അബദ്ധങ്ങളുമില്ല, പ്രവാചകന്റെ ഹദീസുകൾ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഇത് ചേകനൂർ മൗലവി അയാളുടെ ഗ്രന്ഥങ്ങളിലൂടെ വിശദമായി കൊണ്ടിവിടെ പ്രചരിപ്പിച്ച വിഷമാണ്. പക്ഷേ അതേ വിഷം നമ്മുടെ ചില ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. എൻ്റെ കയ്യിലുള്ള ഇയാദുസ്സലാം സ്വലമി എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ മരണപ്പെട്ടുപോയി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തുകൊണ്ടേ പ്രാർത്ഥിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള വിഷവിത്തുകൾ ഇവിടെ ഇന്നും നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ പ്രാമാണികതയും വിമർശനങ്ങളും എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഹദീസ് 2-ാം പ്രമാണം എന്ന് പറയുന്ന അധ്യായത്തിൽ അദ്ദേഹം എഴുതുകയാണ്, ഹദീസുകൾ സഹാബിമാരുടെ കാലത്ത് പോലും ക്രോഡീകരിച്ചിട്ടില്ല. 2 മുതൽ 4 വരെ ശതകങ്ങളിലാണ് ഇന്ന് അറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ പലതും സമാഹരിച്ച് ക്രോഡീകരിക്കപ്പെട്ടത്. തീർന്നില്ല. അടുത്ത ഹെഡിങ് എന്താണ്? ഹദീസ് പ്രമാണമാണ് എന്നതിൻ്റെ ഉദ്ദേശ്യം. അഥവാ നമ്മൾ ഹദീസ് പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? അദ്ദേഹം പറയാൻ, ഖുർആനിൽ തെളിവ് കണ്ടില്ലെങ്കിൽ മാത്രം നോക്കേണ്ടതാണ് ഹദീസ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെതിരാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം കണ്ടാൽ ആ കാര്യത്തിന് കണ്ടാലും കണ്ടില്ലെങ്കിലും അതിൻ്റെ വിശദീകരണം പ്രവാചകന്റെ ഹദീസുകൾ നോക്കണം. കാരണം വിശുദ്ധ ഖുർആനിലെ പല ഹുക്കുമുകളും ഉമൂമായിരിക്കും, പൊതുവായ നിയമങ്ങളായിരിക്കും. ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്ത, ഖുർആനിൽ കണ്ടു വിധി. ഹുർരിമ എന്ന് പറഞ്ഞാൽ ഹറാമാണ്, ശവം. ഹറാം ഒരു വിധിയാണ്, ഹുക്കുമാണ്. ഇനി ഹദീസിലേക്ക് നോക്കണ്ടേ? ഖുർആനിൽ ഒരു കാര്യത്തിന്റെ വിധി കണ്ടാൽ ഹദീസിലേക്ക് നോക്കേണ്ടതില്ല. ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്. 2, ഹദീസ് സംരക്ഷണത്തിന്റെ പ്രഥമ മാനദണ്ഡം അത് ഖുർആനിന് വിരുദ്ധമാകരുത് എന്നതാണ്. വിരുദ്ധമാണെങ്കിൽ ആ ഹദീസ് ആരുടേതാണെന്ന് പോലും നോക്കാതെ തള്ളണം. ഇതും ഇസ്ലാമിലില്ലാത്ത കാര്യമാണ്. ഇത് ചേകനൂർ മൗലവി അയാളുടെ ഗ്രന്ഥത്തിൽ എഴുതി പിടിപ്പിച്ച കാര്യമാണ്. 3-ാമത്, ഖുർആനിൽ സമ്പൂർണ്ണ ഹിദായത്തുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായും അതുണ്ടെന്ന് പറയാവതല്ല. ഇതും ചേകനൂരിന്റെ പുസ്തകത്തിൽ നിന്നെല്ലാം വായിക്കുന്നത് അബ്ദുസ്സലാം സ്വലമി ഈ പുസ്തകത്തിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിൽ സമ്പൂർണ്ണമായി ഹിദായത്തുണ്ട്, പ്രവാചകന്റെ ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിൽ അതുണ്ടെന്ന് പറയാവതല്ല. ഹദീസ് ഗ്രന്ഥങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. നിങ്ങൾ ആലോചിച്ചു,
ഇപ്പൊ ഖുർആൻ എഴുതി വെച്ചാരാ? ജിബ്രീൽ എഴുതി വെച്ചതാ? ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ആ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് ആരാണോ വിശുദ്ധ ഖുർആൻ എഴുതി വെച്ചത്, അതേ ആളുകൾ തന്നെയാണ് പ്രവാചകന്റെ ഹദീസുകളും എഴുതി വെച്ചിട്ടുള്ളത്. ആരിലൂടെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് കൈമാറി കിട്ടിയത്? അതേ പരമ്പരയിലൂടെയും അതേ ആളുകളിലൂടെയുമാണ് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ നമുക്ക് കൈമാറി കിട്ടിയത്. ഖുർആൻ എഴുതി വെക്കാൻ കുറച്ച് ആളുകൾ വേറെ, പ്രവാചകന്റെ ഹദീസുകൾക്ക് വേറെ കുറച്ച് ആൾക്കാർ. അങ്ങനെ ഇസ്ലാമിലില്ല, ചരിത്രത്തിൽ എവിടെയില്ല. ഈ ചേകനൂർ മൗലവിയുടെ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ച ആശയങ്ങളെ മുജാഹിദുകളുടെ ലേബലിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ, ഇത് ഗുരുതരമായ ഹദീസുകൾക്കെതിരെയുള്ള ആരോപണമാണ്. മാത്രമല്ല, ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹദീസുകൾ ഹദീസുകൾ അത് സംരക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അത് കേട്ടോളൂ, ഇന്ന് അറിയപ്പെടുന്ന ഒരു ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ചും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്, അത് സംശയമില്ല എന്ന് അള്ളാഹു പറയുന്നില്ല. എന്തിനാ അപ്പം അങ്ങനെ എഴുതേണ്ട ആവശ്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് ഇന്ന് അറിയപ്പെടുന്ന ഒരു ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ചും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്, അതിൽ സംശയമില്ല എന്ന് അള്ളാഹു പറയുന്നില്ല. എന്താ ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം? ഇത് ചേകനൂരികളുടെ കിതാബെന്നല്ല ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഇത് ഹദീസുകളെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുക എന്നത് ചേകനൂരികൾ ഇവിടെ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചൊരു ആശയമാണ്. അത് നമ്മളൊരിക്കലും കൊണ്ട് നടക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള വരികൾ ഒരിക്കലും ഇസ്ലാമിക വിരുദ്ധമായി ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ചേകനൂർ മൗലവി വന്നിട്ട് എന്താ ചെയ്തത്? ഹദീസുകൾ ക്രോഡീകരിച്ച റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ചീത്ത പറഞ്ഞു. ആ റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ട ആൾ പലരെയും കാഫിറാക്കി. ആ കാഫിറാക്കിയതും റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ചീത്ത പറഞ്ഞതുമായ കാര്യങ്ങൾ ചേകനൂർ മൗലവി എന്താണോ പറഞ്ഞത് അത് തന്നെ നമ്മളെ ചില ആൾക്കാർ ഏറ്റെടുക്കുക. എൻ്റെ കയ്യിലുള്ളത് രക്തസാക്ഷ്യം എന്ന് പറയുന്ന അലി ശരീഅത്തി എന്ന് പറയുന്ന ഷിയ പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. ഇയാൾ ഇറാനിൽ ജീവിച്ച ആളാണ്. അലി ശരീഅത്തിയുടെ ഗ്രന്ഥം എന്തിനാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടത്? കേരളത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിലാണ് തഖ്ലൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഷിയാക്കൾക്കൊരു സംഘടന ഉണ്ടായത്. പക്ഷെ അതിൻ്റെ എത്രയോ മുമ്പ് ഖുമൈനിയുടെയും അതുപോലെ തന്നെ അലി ശരീഅത്തിയുടെയും ഒക്കെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പരിഭാഷപ്പെടുത്തിയ വ്യക്തി സി ഹംസ എന്ന് പറയുന്ന ഇന്നും സമസ്തക്കുള്ളിലുള്ള വ്യക്തിയാണ്. ഈ പരിഭാഷപ്പെടുത്തിയത്. അതിന് അവതാരിക എഴുതി കൊടുത്തതാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അറിയപ്പെട്ട നേതാവായിരുന്ന ടി മുഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ പുസ്തകത്തെ സംബന്ധിച്ച് അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയാൻ, ഷിഈ വീക്ഷണമരിച്ച് രൂപീകൃതമായിട്ടുള്ള ഇത്തരമൊരു പുസ്തകം കൈരളിയിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന പ്രസക്തിയുണ്ടോ? അദ്ദേഹം ചോദിക്കാൻ, വൈജ്ഞാനികമായ പ്രസക്തി ഉണ്ടെന്നാണ് ലേഖകന്റെ അഭിപ്രായം. ആരാ ലേഖകൻ? ടി മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവ്. ഈ പുസ്തകത്തിൽ എന്താണോ ചേകനൂർ മൗലവി ചെയ്യാൻ ശ്രമിച്ചത്? മുആവിയ റളിയല്ലാഹുവിനെ കാഫിറാക്കി, കാഫിറായ അബൂ താലിബിനെ മുസ്ലിമാക്കി, മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ കാഫിറാക്കി, സഹാബത്തിനെ ഭത്സിക്കുക, സഹാബത്തിനെ ചീത്ത പറയുക. ഇത് ചേകനൂരിസമാണ്, ഇത് ഷിയായിസമാണ്. കാരണം ഈ ഷിയാക്കളിൽ നിന്നാണ് ചേകനൂരിലേക്ക് ആശയം കിട്ടിയത്. അയാളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചേക്കാണ് ഷിയാക്കളെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് അയാൾ. ഈ ഗ്രന്ഥത്തിൻ്റെ 32-ാമത്തെ പേജിൽ കാണാം എന്താണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അലി ശരീഅത്ത് പറഞ്ഞത്? ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയിൽ ഒരു ഇടക്കണ്ണിയായിട്ടാണ് ഉസ്മാൻ വർത്തിച്ചെന്ന് പറഞ്ഞാൽ അത് അർത്ഥത്തിൽ ശരിയാണ്. അഥവാ ഇസ്ലാമിലേക്ക് ജാഹിലിയത്ത് കൊണ്ടുവരാൻ പരിശ്രമിച്ച ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ചീത്ത പറയാൻ. അതേപോലെ തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദീനാർ വാങ്ങിക്കൊണ്ട് ഹദീസ് ഉണ്ടാക്കിയ ആളാണ്. ഇതാര് പറഞ്ഞതാ? ചേകനൂരിന്റെ അബൂ ഹുറൈറയുടെ തനി നിറന്ന പുസ്തകം വായിച്ചേ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനായിരുന്നു എന്നും നഊദുബില്ല അയാൾ പണം വാങ്ങിയിട്ട് ഇസ്ലാമിന് വേണ്ടി ഹദീസ് ഉണ്ടാക്കിയ ആളാണെന്നും ചേകനൂർ മൗലവി എഴുതി വെച്ച ആശയം ജമാഅത്തെ ഇസ്ലാമിയുടെ അവതാരികയോട് കേരളത്തിൽ ഇത് തിരുത്തണ്ടേ?
ജമാഅത്തിന്റെ സഹോദരന്മാരെ നമ്മൾ പറയും, നിങ്ങൾ ഭരണഘടനയ്ക്ക് തിരുത്തിയല്ലോ, അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. പക്ഷെ അതിനേക്കാൾ ഗൗരവത്തിൽ ഇതിങ്ങൾ തിരുത്തണം. ഈ കാര്യം തിരുത്തേണ്ടതാണ്. ഇത് ഇന്നും തിരുത്തപ്പെടാതെ എന്താണോ ചേകനൂർ മൗലവി റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ കുറിച്ചും അല്ലാത്തവരെ കുറിച്ചുമൊക്കെ ഇവിടെ പ്രചരിപ്പിച്ച ആശയം, അത് അറിഞ്ഞോ അറിയാതെയോ പ്രചരിപ്പിക്കുന്നു. ഇത് കേരളത്തിൽ ഇതിൻ്റെ സ്വാധീനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇനി നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതിൽ മാത്രമല്ല, ഞാൻ ശബാബിൽ ഒരു ഉദ്ധരണി കൂടി വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചേകനൂർ ചീത്ത പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ശബാബ് വാരികയാണ്. മർക്കസ് ദഅവയിലെ സഹോദരന്മാർ ശരിക്ക് ശ്രദ്ധിക്കുക, ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനല്ല. അള്ളാഹുവിൻ്റെ ദീനായിക്കൊണ്ട് മനസ്സിലാക്കാതിരുന്നാൽ പരലോകത്ത് വെച്ച് വരൽക്കടിക്കും. അത് ആൾക്കൂട്ടമോ അല്ലെങ്കിൽ ആൾബലമോ സംഘടനാ ബലമോ സംഘടനാ ദൗർബല്യമോ അതൊന്നുമല്ല. പടച്ചറബിൻ്റെ അടുക്കൽ വിചാരണക്കെടുക്കുക. മാദ അജബ്തുൽ മുർസലീൻ, നിങ്ങൾ എന്താണ് പ്രവാചകന്മാർക്ക് മറുപടി കൊടുത്തത്? ഇതിന് ഉത്തരം അറിയണം. റസൂലുള്ളാഹിന്റെ സഹാബത്ത് റളിയല്ലാഹു അൻഹും എന്ന് അല്ലാഹു പറഞ്ഞതാണ്. ആ റസൂലുള്ളാഹിന്റെ വലാ തസ്ബു അസ്ഹാബി, എൻ്റെ സഹാബത്തിന് നിങ്ങൾ ചീത്ത പറയരുതെന്ന് റസൂൽ ആണയിട്ട് പറഞ്ഞ കാര്യമാണ്. ശബാബ് വാരികയിൽ വന്ന ലേഖനത്തിൽ കാണാം, 2023 ജൂൺ 16 ലേഖനത്തിൽ കേട്ടോ, മുആവിയയുടെ ഗവർണർ ബുസ്ർ ഇബ്നു അർത്താദ് ഇബ്നു അബ്ബാസിന്റെ സഹോദരൻ ഫളൽ ഇബ്നു അബ്ബാസിന്റെ 2 മക്കളെ മുആവിയയുടെ നിർദ്ദേശപ്രകാരം വധിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അഹ്ലുബൈത്തിൽപ്പെട്ട മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരങ്ങളെ മുആവിയ റളിയല്ലാഹു അൻഹു കൊന്നു. ഇത് ശബാബ് വാരികയാണ്. ഇത് തിരുത്തണ്ടേ? വളരെ ഗുരുതരമായ ആരോപണമാണിത്. ഒരു സഹാബിയെക്കുറിച്ച്, അതും റസൂലുള്ള സ്വർഗമുണ്ടെന്ന് പറഞ്ഞ സഹാബിയെക്കുറിച്ച് എന്താണോ ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നത് അത് തന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്നു. ഇത് അപകടമാണ്, തിരുത്തണം. നസീഹത്തോടുകൂടി പറയുന്നു, ഈ ആശയം സ്വീകരിച്ചാൽ അഹ്ലുസുന്നയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല, ഉറപ്പാണ്. കാരണം അള്ളാഹ് തൃപ്തിപ്പെട്ട ആളുകളെ നമുക്ക് ആക്ഷേപിക്കാൻ എന്താണ് അധികാരമുള്ളത്? അള്ളാന്റെ റസൂൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ നമുക്ക് നാവോങ്ങാൻ എന്താണ് നമുക്ക് അധികാരമുള്ളത്? അതുകൊണ്ട് ഗുരുതരമായ പ്രശ്നമുണ്ട്. ഇനി ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കുറിച്ച്, ആ ഹദീസുകൾ മുഴുവനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മുഴുവൻ ഹദീസുകളിൽ നിന്നും നമുക്ക് വിശ്വാസകാര്യങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്, നമ്മുടെ സമസ്തയുടെ ആളുകൾ. എൻ്റെ കയ്യിലുള്ളത് സമസ്ത കേരള സുന്നി യുവജന സംഘം 60ാം വാർഷികോപഹാരം. അതിൽ SYS അതിൻ്റെ 60ാം വാർഷികോപഹാരത്തിൻ്റെ ആ പുസ്തകത്തിൽ സമസ്തയുടെ ആളുകൾ എഴുതാണ്, ചുരുക്കത്തിൽ കുറ്റമറ്റ ഹദീസുകളാണ് ദീനിൽ അവലംബം. എന്നാൽ ഇസ്ലാമിൻ്റെ അടിത്തറയായ വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ കുറ്റമറ്റതായ അഥവാ സ്വഹിയായ ഹദീസുകളായാൽ മാത്രം പോരാ. ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങൾ സ്ഥിരപ്പെടാൻ ഹദീസ് സ്വഹിയായാൽ മാത്രം പോരാ, മറിച്ച് ഹദീസ് മുത്തവാത്തിർ അഥവാ അസത്യത്തിൽ യോജിക്കാൻ സാധ്യതയില്ലാത്ത വിധം റിപ്പോർട്ടുകളുള്ളത് ആയിരിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വന്ന ഹദീസുകൾ നമുക്ക് കിട്ടിയത് 2 രൂപത്തിലാണ്. ഒരുപാട് സഹാബിമാരുടെ കിട്ടിയതുണ്ട്, അത് കുറച്ച് ഹദീസുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ കുറച്ച് സഹാബിമാരിൽ കിട്ടിയതുണ്ട്, അതാണ് ഹദീസുകളിൽ മഹാഭൂരിപക്ഷവും ഹദീസുകൾ അങ്ങനെയാണ്. സമസ്തക്കാരുടെ വാദം എന്താ? സമസ്തക്കാരുടെ വാദം ഇസ്ലാമിൽ അഖീദയിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ തെളിവെടുക്കാൻ സ്വഹീഹായ ഹദീസ് ബുഖാരിയിൽ മുസ്ലിം ഉണ്ടായ പോരാ, അത് മുത്തവാത്തിറാകണം. ഇതാര് പഠിപ്പിച്ചതാ? ഇത് അഹ്ലുസുന്ന ഇമാമിങ്ങൾക്കുള്ള വാദമാണ്. ഇത് അശ്അരിയത്തും മുഅ്തസിലിയത്തുമാണ്. എന്നിട്ട് ഇന്നലെ ഇവിടെ ഒരു മുഖാമുഖ നാടകം നടന്നിരുന്നു. ആ മുഖാമുഖ നാടകത്തിൽ ഒരാൾ ചോദിച്ചു, ഇസ്തിഗാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ്? ആ തെളിവ് പറയുന്ന മുസ്ലിയാർ പറഞ്ഞെന്താ അറിയോ? ആ മുസ്ലിയാർ ഈ പറഞ്ഞ വാദപ്രകാരമാണെങ്കിൽ അയാൾക്ക് ഒന്നുകിൽ ആയത്ത് ധരിക്കണം, കാരണം ഖുർആൻ മുഴുവൻ മുത്തവാത്തിറാണ്. അതല്ലെങ്കിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച തെളിവറ്റൂല. സമസ്തക്കാരെ സംബന്ധിച്ചത് ബുഖാരി മുസ്ലിം തെളിവെടുക്കാൻ പറ്റൂല, അഖീദയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവെടുക്കാൻ പറ്റൂല. എന്നിട്ട് ഈ മൂല്യാർ ഉദ്ധരിച്ചതോ ഒരു ലഈഫായ ഹദീസ്. ഏതാ ഹദീസ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തായി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു
പറയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് നിങ്ങൾ അവിടെ കബറടക്കണം. അങ്ങനെ ഞാൻ മരിച്ച് എൻ്റെ ജനാസയുമായിക്കൊണ്ട് റസൂലുള്ളാഹി ആയിഷ ബീവിൻ്റെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ റസൂലുള്ളാഹിയുടെ അനുവാദം ചോദിക്കണം. ഇതാ അബൂബക്കർ നിങ്ങളുടെ അനുവാദം ചോദിക്കുന്നു. അങ്ങനെ പ്രവാചകരിൽ നിന്ന് അനുവാദം കിട്ടിയാലേ നിങ്ങൾ എന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ മറമാടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അനുവാദം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മയ്യത്തായിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഒച്ച കേട്ടു, അദ്ഖിലുൽ ഹബീബ ഇൽ ഹബീബ്, ഇതാ ഹബീബിനെ നിങ്ങൾ ഹബീബിലേക്ക് ചേർത്തിക്കൊള്ളൂ. അഥവാ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നോളൂ എന്നൊരു അശരീരി ഖബറിൽ നിന്ന് കേട്ടു. ഇതാണ് ഇസ്തിഗാസക്കുള്ള തെളിവ്. യഥാർത്ഥത്തിൽ ഹദീസ് സ്വഹീഹായാൽ പോലും സമസ്തക്കാർക്ക് അത് തെളിവല്ല. കാരണം ഓല വാദം എന്താ? ഹദീസ് നിഷേധികളുടെ വാദം എന്താ? ഇവരും ഹദീസ് ഈ അർത്ഥത്തിൽ നിഷേധിക്കുകയാണ്. കാരണം റസൂലുള്ള ഒരു വിശ്വാസകാര്യം ഒരു ഹദീസിൽ പഠിപ്പിച്ച സ്വീകരിക്കൂല എന്നല്ല സമസ്തന്റെ വാദം. എന്നാൽ ഇവിടെ ഇന്നലെ ഈ മുസ്ലിയാർ ഉദ്ധരിച്ച ഹദീസിനെ സംബന്ധിച്ച് എന്താ പണ്ഡിതന്മാർ പറഞ്ഞത്? ഹദീസ് സ്വഹീഹായ ഹദീസുകൾ നിഷേധിക്കുന്ന പോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും പ്രവാചകൻ പറയാത്ത കള്ള ഹദീസുകൾ അള്ളാഹിന്റെ പ്രവാചകന്റെ പേരിൽ കെട്ടിപ്പറയലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രവാചകൻ നിന്ദിക്കലാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. അത് വിശ്വാസകാര്യത്തിൽപ്പെട്ടാണെങ്കിൽ അത് മുതവാത്തിറാണ്. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഈ ഹദീസിനെ കുറിച്ച് അവിടെ ആ മൂല്യാർ ഒടുത്തിക്കാലത്തേക്ക് ഇമാം ആജിരിയുടെ ശരീഅയിലുണ്ട് എന്നാ ഞാൻ ചോദിക്കുന്നു. അവിടെ ഉദ്ധരിച്ച കിതാബ് ഇമാം ആജിരിയുടെ ഗ്രന്ഥത്തിൽ ഈ പറയപ്പെട്ട ഹദീസിനെ കുറിച്ച് അത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇമാം ആജിരി തന്നെ വഖദ് റുവിയ അൻ അബീ ബക്കറിൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ധരിച്ചത്. വഖദ് റുവിയ എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്നു. ഹദീസിന്റെ ഉസൂൽ ഹദീസിന്റെ ബാലപാഠം അറിയുന്ന പഠിച്ച ആളുകൾക്കറിയാം. ഇതൊക്കെ ഉദ്ധരിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് നുഹബിനുസൊക്കെ ഓതിയിട്ടുണ്ടാവില്ലേ? അതിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയും നവവിയൊക്കെ പറയുന്നുണ്ട്, റുവിയ അഥവാ മജ്ഹൂലിന്റെ സീഗട്ട് കൊണ്ടൊരു ഹദീസ് ഉദ്ധരിച്ചാൽ അത് ദഈഫാണ് എന്നതിലേക്ക് ഇശാറത്താണ്. അപ്പൊ ഇമാം ആജുരി തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് ദഈഫാണെന്ന് പറഞ്ഞിട്ട് ഉദ്ധരിച്ചത് തീർന്നില്ല. ഇനി കേട്ടോ, ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി ഇയാൾ ഇന്നലെ ഇവിടെ സ്വന്തം അഖീദ സ്ഥാപിക്കാൻ വേണ്ടി ഇസ്തിഗാസ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ഹദീസ് എന്ന വാറവലയെ കുറിച്ച് എന്താണ് ഇബ്നു അസാക്കിർ പറഞ്ഞത്? ഹാദാ മുൻകറുൻ, അത് മുൻകറായ ഹദീസാണ്, എടുക്കാൻ പാടില്ല, ദഈഫാണ്. മുൻകർ സഹിയാണ് മുസ്ലിയാരെ. മുൻകറിന്റെ ഹുക്കം എന്താണ്? ആ മുൻകറായ ഹദീസ് ദഈഫായ ഹദീസാണ്. അപ്പോൾ ദഈഫായ ഹദീസ് കൊണ്ടാണ് സമസ്ത അഖീദ ഉണ്ടാക്കുന്നത്. എഴുതി വെച്ചതോ? അഖീദ എടുക്കണമെങ്കിൽ ഖുർആനും വേണം, മുത്തവാത്തിറും വേണം. അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഒറ്റ ഖുർആനിൽ ആയത്തുമില്ല, മുത്തവാത്തിർ ഹദീസും ഇല്ല എന്നും വ്യക്തമല്ല. ഇപ്പം ഇന്നലെ ഇവിടെ മുഖാമുഖ നാടകത്തിൽ. കാരണം സമസ്ത ഉണ്ടാക്കിയ എന്തിനാ? ഇസ്തിഗാസ ചെയ്യാനാ. ആ ഇസ്തിഗാസക്ക് ഖുർആനും തെളിവില്ല, ഹദീസിനും തെളിവില്ല, സുന്നത്തിനും തെളിവില്ല. പിന്നെ ആകെയുള്ളതൊരു വാറോലെ. ആ വാറോലെ കുറിച്ച് ഇബ്നു അസാക്കിർ പറഞ്ഞു ഹാദാ മുൻകറുൻ, അത് മുൻകറായ റിവായത്താണ്. ഇനി മാത്രമല്ല, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ലിസാനുൽ മീസാനിൽ ഇതേ ഹദീസ് കൊടുക്കുന്നുണ്ട്. ആ ഹദീസ് സംഭവം കൊടുത്തിട്ട് പറയാണ് വഖാല ഇബ്നു അസാക്കിർ ഹാദാ മുൻകറുൻ, അത് മുൻകറാണ്. അപ്പൊ ഇമാം ഇബ്നു അസാക്കിർ പറഞ്ഞു. അതുപോലെ തന്നെ താരിഖു ദിമഷ്കിൽ ഇബ്നു അസാക്കിർ കൃത്യമായി പറഞ്ഞു. ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു. ഇനി അസ്ൽ ഖസായിസുൽ കുബ്ര എന്ന് പറയുന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥമുണ്ട്. ആ ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് എന്താ ഇമാം സുയൂത്തി പറഞ്ഞത്? ഇമാം സുയൂത്തി പറയാണ് വഖാല ഇബ്നു അസാക്കിർ ഹാദാ ഹദീസുൻ മുൻകറുൻ വഫി ഇസ്നാദിഹി ഇബ്നു താഹിർ മൂസ ബിൻ മുഹമ്മദ് ബിൻ അത്താ അൽ-മഖ്ദസി കദ്ദാബ്, പെരുങ്കള്ളനായ ഒരാൾ ഈ ഹദീസിന്റെ സനദുണ്ട്. ഇതാ ഇപ്പൊ സമസ്തന്റെ ഇസ്തിഗാസന്റെ തെളിവിന്റെ കോലാപ്പത്. മനസ്സിലല്ലേ? എന്നിട്ട് ഇവിടെ പറയാണ് ഇതാ ഞങ്ങൾ മുജാഹിദ് കേന്ദ്രങ്ങളിൽ മുഖാമുഖം നടത്തി ഇങ്ങനെ തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇതാ ഇപ്പൊ തരിപ്പണാക്കണ കോലം. നിങ്ങളുടെ അഖീദക്ക് സമസ്തന്റെ അഖീദ സ്ഥാപിക്കാൻ, ഇസ്തിഗാസ സ്ഥാപിക്കാൻ അള്ളാന്റെ ഖുർആനെന്നോ റസൂലുള്ളാഹിന്റെ സ്വഹീഹ് ഹദീസ് ഒരു തെളിവില്ല. ആകെ കിട്ടിയത് ഈ കദ്ദാബ് പറയുന്ന മഹാന ഇബ്നു സുയൂത്തി തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ പഠിപ്പിച്ച ആ കദ്ദാബികൾ ഉദ്ധരിച്ച ഹദീസാണ്. എഴുതി വെച്ചതോ അഖീദ സ്ഥിരപ്പാടം മുത്തവാത്തിറുമാണ്. ഇനി മാത്രമല്ല, ലിസാനുൽ മീസാനിൽ വീണ്ടും ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ് ഈ ഹദ്ദുൽ ജലീൽ എന്ന് പറയുന്ന റാവിയിലൂടെയാണ് ഉദ്ധരിച്ചത്. ആ ഹദീസ് ബി ഖബറിൻ ബാത്തിൽ, ബാത്തിലായ സനദാണ്. അതാണ് ഇന്നലെ ഇവിടെ തെളിവ് ഉദ്ധരിച്ചത്.
മനസ്സിലായില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ അഖീദ സ്ഥിരപ്പെടാൻ മുത്തവാത്തിർ വേണമെന്ന് പറയാ, എന്നിട്ട് അഖീദക്ക് വേണ്ടി എല്ലാ കള്ളവാറോലും ഉദ്ധരിക്കും ചെയ്യുക. ഇത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിനെതിരാണ്. ഒരിക്കലും ഇതുണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം, ചേകനൂർ മൂലം ഇവിടെ വന്ന് ചെയ്ത കാര്യം എന്താ? ഇമാം ബുഖാരിയെ സംബന്ധിച്ചും ഇമാം മുസ്ലിമിനെ സംബന്ധിച്ചുമൊക്കെ തെറ്റായ പ്രചരണമുണ്ടാക്കിയ ആൾക്കൊരു കിതാബുണ്ട്, ബുഖാരി മുസ്ലിം ലോക പൊള്ളന്മാർ. ഇത് ചേകനൂർ മൂലവിൻ്റെ കിതാബിൻ്റെ തലവാചകം ഞാൻ പറഞ്ഞു. ഇത് ചേകനൂർ മൂലം മാത്രമല്ല, ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ, ചില സംഘടനകൾ, ആ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണ്? ബുഖാരിയെയും മുസ്ലിമിനെയും ഒക്കെ താറടിച്ച് കാണിക്കുക. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകൾ മുഴുവൻ സ്വീകാര്യം എന്ന് പറയുമ്പം അതൊക്കെ സിയോണിസമാണ് എന്നാണ് ഈ കഴിഞ്ഞ സംവാദത്തിൽ ഒരു മദനി സാഹിബ് പറഞ്ഞത്. അബ്ദുൽ മജീദ് മദനി എന്ന് പറയുന്ന ആൾ പറഞ്ഞു. എന്താണ്? സിയോണിസമാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകൾ പോലും അത് സ്വീകരിക്കൽ, അത് സിയോണിസം. കേട്ടോളിങ്ങൾ, അയാൾ പറയട്ടെ. ബുഖാരിയിൽ ഉണ്ടോ വിശ്വസിച്ചോ, അങ്ങനെ എന്ത് സിയോണിസോ അല്ലെങ്കിൽ അത് പറത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ വിചാരിച്ച ജൂതായുസം ഇങ്ങോട്ട് കടത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്, എഴുതേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച് നമ്മൾ ചോദ്യം തരുന്നു. ആ സംവാദത്തിൽ നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? അഥവാ 950 NB അബ്ദുസ്സലാം മൗലവി അരീക്കോട് റഹിമഹുല്ല അദ്ദേഹം എഴുതിയൊരു ലേഖനമുണ്ട്. അഥവാ മുസ്ലിം ലോകത്ത് മുഴുവനും സ്തുതിപ്പെട്ടിരിക്കുന്ന സഹീഹുൽ ബുഖാരി ഇദ്ദേഹം രചിച്ചത്രേ. ആ കിതാബിൽ സനദോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാൻ സ്വീകരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഷേഖ് മുഹമ്മദ് മൗലവി എഴുതിയ ലേഖനം, അഥവാ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസുകൾ പോലും സ്വീകാര്യമാണ്. ഇതാ ഞങ്ങളുടെ നിലപാട്. നിങ്ങളുടെ നിലപാട് എന്താ? അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ അറിയോ? അതൊക്കെ സിയോണിസം. നിങ്ങൾ തിരക്കൂട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകൾ സ്വീകരിച്ചാൽ റസൂൽ പറഞ്ഞിട്ടുണ്ടോ, സ്വീകരിച്ചോ, ബുഖാരിയിലുണ്ടോ, അത് സ്വീകരിച്ചതൊക്കെ സിയോണിസമാണ്. അപ്പോൾ അൽമനാറിൻ്റെ 3-ാമത്തെ ലക്കം NB അബ്ദുസ്സലാം മൗലവി എഴുതിയത് സിയോണിസാണോ? സിയോണിസം പ്രചരിപ്പിക്കാനാണോ അൽമനാർ ഉണ്ടാക്കിയത്? സിയോണിസം പ്രചരിപ്പിക്കാനാണോ KNM ഉണ്ടാക്കിയത്? മാത്രമല്ല, ഇത് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ സ്വീകരിക്കൽ സിയോണിസമാണെന്ന് ആദ്യം കേരളക്കര കേട്ടത് ചേകനൂരിൻ്റെ നാവിലൂടെയാണ്. ഇപ്പോൾ ചില മർക്കസ് ദേവക്കാരുടെ നേതാക്കന്മാരുടെ നാവിലൂടെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. ഇത് ഇവിടുത്തെ പോണം ശരിക്കും ചിന്തിച്ചോളി. ഇത് ചേകനൂർ മൗലവി പറഞ്ഞ വാചകം, അതേ വാചകം അക്ഷരസ്ഫുടതയോടുകൂടി ഒരു നാക്കുപിഴ പോലും ഇല്ലാതെ ചേകനൂരിൻ്റെ നാവുകളായി പ്രവർത്തിക്കുന്ന ചില ആളുകൾ. ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനല്ല, ഈമാനുള്ളവർ രക്ഷപ്പെട്ടോളി എന്ന് പറയാനാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടല്ല, ഇത് മുസ്ലിം ലോകത്തിൻ്റെ നിലപാടാണ്. തലഖൽ ഉമ്മത്തു ബിൽ ഖബൂൽ. മുസ്ലിം ഉമ്മത്ത് മുഴുവനും അത്തരം ഹദീസുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് മർക്കസ് ദേവക്കാരെ മാത്രം പ്രത്യേകതയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ അബ്ദുറഹ്മാൻ സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനത്തിൻ്റെ ഹദീസ് പതിപ്പിൽ ഹദീസ് നിഷേധികളെക്കുറിച്ച് ഏത് ലേഖനത്തിൽ കാണാം? ബുഖാരി ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് പൊട്ടൻ കഥ. അത് ചേകനൂരിൻ്റെ ശൈലിയാണ്, പൊട്ടൻ കഥ. റസൂലുള്ളാഹി ഹദീസ് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പൊട്ടൻ കഥ അറിയുമ്പോൾ അപ്പോൾ ആരൊക്കെയാണ് പൊട്ടന്മാർ? ആരൊക്കെയാണ് പൊട്ടന്മാരായത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് യഥാർത്ഥത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അത് 4-ാമത്തെ. ഇനി 5-ാമത്തെ കാര്യം എന്താ? ചേകനൂർ പോലും ഇവിടെ വന്നെന്താ വെച്ചാൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച റാവിമാരും അതുപോലെ തന്നെ ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം സംശയം ഉണ്ടാക്കുക. സഹാബത്ത് അങ്ങനെയാണ്, ബുഖാരി ഇങ്ങനെയാണ്, ബുഖാരിൻ്റെ ഉസ്താദ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സംശയം ഉണ്ടാക്കുക. ഇതേ സംശയം ഉണ്ടാക്കുന്ന രോഗം, ശുബ്ഹാത്തിൻ്റെ അസുഖം നമ്മുടെ മർക്കസ് ദേവയിൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ വ്യക്തിക്കുണ്ടായിട്ടുണ്ട്. ആ സംവാദം കാണാത്തവർ മുഴുവനും കാണണം. എന്താണ് ഈ ആളുകളുടെ യഥാർത്ഥത്തിലുള്ള അഖീദ എന്നും യഥാർത്ഥത്തിൽ അവിടെ ഹദീസുകളുടെ നിലപാടെന്താണെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന സംവാദമാണത്. സിഹിറിന് ഹഖീഖത്തും തഅ്സീറുമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫറായി പോകുമെന്ന് മൂക്ക് കീപ്പോട്ടായ ലോകത്തിൻ്റെ ഭൂമിക്ക് മുകളിലുള്ള ഒരു മനുഷ്യനും പറയാത്ത ഒരു പുത്തൻ വാദമാണ് കേരളത്തിൽ ചില ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിച്ചു, ഖുർആൻ തെളിവുണ്ടോ? മിണ്ടാട്ടല്ല. ലോകത്ത് 14 നൂറ്റാണ്ടുകളായി ഈ മുസ്ലിം സമുദായത്തിന് മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഉണ്ടാട്ടല്ല. പിന്നെ ആൾ പറഞ്ഞെന്താ കേട്ടോളൂ. ഹിഷാം എന്ന് പറയുന്ന റാവിയെ കുറിച്ച് ആൾ പറയാൻ, അവിടെ ഇമാം മാലിക്കിൻ്റെ ഒക്കെ ഒരു കോട്ടിങ്സ് കൊടുക്കുന്നുണ്ട് സനദോടുകൂടി. അതും ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന സനദിൽ വരുന്ന ചില ആളുകളെ സനദിലുണ്ട്. അതിൽ റിജാലുൽ ബുഖാരിയൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇമാം മാലിക് പറഞ്ഞു എന്നാണ് പറയുന്നത്.
ഈ ഹദീസ് ഉദ്ധരിച്ച ആള് കദ്ദാബുൻ, കാദിബല്ല, കുറഞ്ഞ നുണയൊന്നുമല്ല, കദ്ദാബ്, പെരുന്നുണ പറയുന്ന ആളാണ്. സീറയിലെ ദഹബി കൊടുക്കുന്നു. ബാക്കിലാനി. അപ്പൊ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റുബാധ ഉണ്ടായി എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിച്ച റാവി ഹിഷാം എന്ന് പറയുന്ന റാവി കദ്ദാബാണെന്ന് ഇമാം ദഹബി ഇദ്ദേഹത്തിന്റെ സീറോ അല്ലാമിൽ പറഞ്ഞു. പക്ഷെ അതിന്റെ ബാക്കി നമ്മൾ വായിച്ചു കൊടുത്തു, ഇവർക്ക് ഉണ്ടാട്ടല്ല. ഇതാണെങ്കിൽ എത്ര തട്ടിപ്പുകളാണ് സംവാദത്തിൽ നിന്ന് നടന്നത്. ഇബ്നു ബാസ് മഹാന ഷെയ്ഖ് ഫൗസാന്റെ ഫത്വ വായിച്ചു, ബാക്കി വെച്ച് ബാക്കി ഉണ്ടാട്ടല്ല. എത്ര കിതാബിൽ തിരിമറി. വേണമെങ്കിൽ ആക്കി PhD എടുക്കാൻ മാത്രം ഈ വിഷയത്തിൽ മാത്രം ഇവർ ഈ ഹദീസിന്റെ ഗന്ധങ്ങളിലും ഈ കിതാബുകളിൽ തിരിമറിയതിന്റെ ഉദാഹരണം എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നോക്കി, ഈ തൊട്ടു താഴെ ഹിശാം ബിൻ ഉർവ കദ്ദാബാണ് എന്ന് ചില ആളുകൾ പറയുന്നു. എന്നിട്ട് അതിന് ശേഷം അതിൽ ഉദ്ധരിച്ച സാഹിബുദ്ദാർ അദ്റാ ബിമാ ഫിഹ എന്നാണ് പറയാ. ഒരാള് അയാൾ ഉദ്ധരിച്ചതിനെ കുറിച്ച് അയാൾക്കാണല്ലോ കൂടുതൽ അറിയാം. ഇത് ഉദ്ധരിച്ച ഇമാം ദഹബി എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത്? അതിന്റെ ബേക്കിൽ ഉദ്ധരിക്കുന്നുണ്ട് ഫഹിയ മർദൂദത്തുൻ. ഒന്ന്, അങ്ങനെ ഇമാം മാലിക് പറഞ്ഞതായിക്കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. അതിനുശേഷം ഇമാം ദഹബി പറയാണ് അങ്ങനെ ഇമാം മാലിക് പറഞ്ഞതായിക്കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം മാലിക് അങ്ങനെ പറഞ്ഞിട്ടല്ല. മാത്രമല്ല ആ റിവായത്തിനെ കുറിച്ച് മർദൂദത്തുൻ, അങ്ങനെ ഉദ്ധരിക്കുന്ന റിവായത്ത് തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു റിവായത്തുണ്ട്, അത് തള്ളേണ്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇമാം ദഹബി കൊണ്ടുവന്നതിന് എന്ത് ചെയ്യുക? തെളിവാക്കി തരും. വിശുദ്ധ ഖുർആനിലുണ്ട് വഖാലത്തിൽ യഹൂദ് ഉസൈറു ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞിരിക്കുന്നുണ്ട് ഉസൈർ നബി അള്ളാന്റെ മോനാണ്. അപ്പൊ നമ്മുടെ ഒരാള് ഉസൈർ നബി അള്ളാന്റെ മോനാന്ന് ഖുർആനിൽ തെളിവുണ്ട്. ഖുർആനിലുണ്ടല്ലോ ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് ഖുർആനിലില്ലേ? ഇമ്മാരി ജൂതന്മാരെ പണി അതെടുക്കണം. നിങ്ങൾ ആലോചിച്ചു, ഇത് ആരെയും പരിഹസിക്കാൻ ആക്ഷേപിക്കല്ല. ഇത് ഇത്രയും ദീന് കൊണ്ടാണ് ഈ കളിക്കുന്നത്. അള്ളാഹുവിൻ്റെ ചേകനൂർ മൗലവി എന്താണ് ഇവിടെ ചെയ്തു പോകുന്നത് അത് തന്നെ പറയാൻ വേണ്ടി ചില ആളുകൾ. അപ്പൊ ഹിശാം ബിൻ ഉർവ കദ്ദാബാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഹിശാം ഉദ്ധരിക്കുന്ന മുഴുവൻ ഹദീസുകളും മറക്കസുദ്ദവക്കാർ സ്വീകരിക്കാൻ പാടില്ല. പക്ഷെ എൻ്റെ കയ്യിൽ സംഗീതം നിഷിദ്ധമല്ല എന്ന് പറയും. അബ്ദുസ്സലാം സുലൈമിയുടെ പുസ്തകമാണ്. ഈ സംഗീതം നിഷിദ്ധമല്ല. ഈ ഹഡിങ്ങനെ നോക്കണം, സംഗീതം നിഷിദ്ധമല്ല. റസൂൽ പറഞ്ഞെന്താ? സംഗീതത്തെ ഹലാലാക്കുന്ന ചില ആളുകളുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. സംഗീതത്തെ ഹലാലാക്കുന്ന ആളുകൾ ഉണ്ടാകുന്ന റസൂൽ പറഞ്ഞ ഹദീസിന്റെ ശരിക്ക് സംഗീതം നിഷിദ്ധമല്ല. ഈ സംഗീതം നിഷിദ്ധമല്ലാതാക്കാൻ വേണ്ടി ഇതിൽ 23-ാമത്തെ പേജിൽ കൊടുത്ത ഹദീസ് ഏതറിയോ? ഇതേ ഹിശാമിന്റെ ഹദീസ്. ഇതേ ഹിശാമിന്റെ ഹദീസാണ് സംഗീതം നിഷിദ്ധമല്ല എന്ന് പറയാൻ വേണ്ടി ഓൽക്ക് തെളിവ്. അപ്പൊ സംഗീതത്തിന് ഹിശാമിനെ പറ്റും, സിഹിറിന് ഹിശാമിനെ പറ്റൂല. ഇതിനാണ് തനിച്ച ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതൊരു ഉദാഹരണം മാത്രമാണ്. ഇത് നോക്കി, എൻ്റെ കയ്യിലുള്ള ജിന്ന് പിശാചി സിഹിർ എന്ന് പറയുന്നത് അബ്ദുസ്സലാം സുല്ലമിന്റെ വേറെ പുസ്തകമാണ്. നമുക്കറിയാം ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസുകൾ മുഴുവനും പിന്നെ അതിൽ കള്ള ഹദീസുകളുണ്ട് എന്ന് സ്ഥാപിക്കുന്ന എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏത് കിതാബാണ്? ഈ പുസ്തകത്തിൻ്റെ 143-ാമത്തെ പേജിൽ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്ന ശബാബ് വാരികയിൽ ആ ഹദീസ് വന്നിട്ടുണ്ട്. എന്താ ഹദീസ് എന്നറിയാം? ഹദീസ് ഇതാണ്: അൻ ജാബിരിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിവാമുൽ മർഇ അഖ്ലുഹു വലാ ദീന ലിമൻ ലാ അഖ്ല ലഹു ശുഅബുൽ ഈമാനിൽ ബൈഹഖി. എന്താണ് ഹദീസ്? ഒരു മനുഷ്യന്റെ നിലനിൽപ്പ് ആ മനുഷ്യന്റെ ബുദ്ധിയാണ്, ബുദ്ധിയില്ലാത്തവന് ദീനില്ല എന്നിട്ട് പറയാണ്. ഖുർആനിന്റെ വ്യക്തമായ പിന്നെ പരിശുദ്ധ ഖുർആൻ ധാരാളം സൂക്തങ്ങൾ ഈ ആശയത്തെ ബലപ്പെടുത്തുന്നു. അപ്പം എന്താ റസൂൽ പറഞ്ഞ ഹദീസ്? എന്താ പറയുക? ഖിവാമുൽ മർഇ അഖ്ലുഹു പിന്നെ ലാ അഖ്ല ലഹു ലാ ദീന ലഹു ലിമൻ ലാ അഖ്ല ലഹു, ബുദ്ധിയില്ലാത്തവനും അതല്ല. എന്നിട്ട് ഖുർആന്റെ ആശയങ്ങളൊക്കെ ഈ ഹദീസിനെ സ്ഥിരം. യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞാൽ തരോ മൗളൂഅ്, കള്ള ഹദീസാണ്. കള്ള ഹദീസാണിത്. ഈ കള്ള ഹദീസ് റസൂലുള്ളാഹിന്റെ പേരിൽ പറയും. എന്തിനു വേണ്ടി? ബുദ്ധിക്ക് എതിരാകുന്ന ഹദീസുകൾ മുഴുവൻ തട്ടാൻ വേണ്ടി കള്ള ഹദീസ് കൊണ്ടുവരിക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശരിയായ ഹദീസിനെ കുറിച്ച് കള്ള ഹദീസ് എന്നും പറയാം. നിങ്ങൾ ആലോചിച്ചു, എത്ര ഗുരുതരമാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഒരു രീതി യഥാർത്ഥത്തിൽ ഒരിക്കലും സഹോദരന്മാരെ ഉണ്ടാകാൻ പാടില്ല. ഇനിയും 6-ാമത്തെ കാര്യം, ചേകനൂറൂലൂടെ വന്നിട്ട് എന്താ ചെയ്തറിയോ? ചില ഹദീസുകൾ എടുക്കും, പരിഹസിക്കും. ഈച്ചന്റെ ഹദീസ്, ഈച്ച ജ്യൂസ്. ആദ്യം പറഞ്ഞ ചേകനൂർ മൗലവിയ. ഈച്ച നിങ്ങൾ കുടിക്കുന്ന പാനീയത്തിൽ വീണാൽ അത് കുടിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് റസൂൽ പറഞ്ഞില്ലേ? കുടിക്കുകയാണെങ്കിൽ
മുക്കിയിട്ട് കുടിക്കണം. അതിൻ്റെ ഒരു കാലിൽ രോഗമുണ്ട്, മറ്റേ കാലിൽ രോഗശമനമുണ്ട് എന്നൊക്കെ അത് ശാസ്ത്രം കണ്ടെത്തി. ചില ആളുകൾക്ക് ഇപ്പോൾ ശാസ്ത്രം ലബോറട്ടറിയിലൊക്കെ തെളിയിച്ചാൽ അത് പിന്നെ എടുക്കാൻ പറ്റും. അതൊരു വിഷയം, അതോടെ എടുക്കട്ടെ. എന്നാൽ ഇന്ന് CD ടവറിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയുണ്ട്, ഷഫീഖ് അസ്ലം എന്നയാളുടെ പേര്. ചേകനൂർ മൗലവി എങ്ങനെ ഹദീസിനെ പരിഹസിക്കണ് അതേപോലെ പരിഹസിക്കാം. ചില ആൾക്കാർ ഞങ്ങളെവിടെ ഹദീസ് നിഷേധിച്ചു, ഞങ്ങളെവിടെയാണ് CD ടവർ ചില ആൾക്കാർ ചോദിക്കണം, സാധാരണക്കാരായിരിക്കും. എന്നാ കേട്ടോളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച അജ്വാകാരിക്കയുടെ ഹദീസ് ചേകനൂരികൾ എങ്ങനെയാണോ പരിഹസിക്കുന്നത് അതേപോലെ പരിഹസിക്കുന്നത്. CD ടവർ കേട്ടോളി. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നബി പറഞ്ഞു എന്നിട്ടാണ് റിപ്പോർട്ടുള്ളത്, ബുഖാരിയിലാട്ടോ. മൻ തസബ്ബഹ കുല്ല യൗമിൻ സബ്അ തംറാത്തിൻ അജ്വ, ഒരാള് ഒരു ദിവസം രാവിലെ 7 അജ്വാ കാരക്ക തിന്നാൽ. അജ്വ എന്ന് പറഞ്ഞാല് മദീനയിൽ ഹജ്ജിന് മക്കത്തെ ഹജ്ജിന് പോയ ആളുകളൊക്കെ മദീനയിൽ ചെല്ലുമ്പോൾ അജ്വേൻ ഇട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴും വിൽപ്പന നടത്തും. ഒരാള് അജ്വ കാരക്ക തിന്നാൽ 7 എണ്ണം എന്നും രാവിലെ, ലം യദുറുഹു ഫീ ദാലിക്കൽ യൗം, ആ ദിവസം അയാളെ ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. സുമ്മുൻ വലാ സിഹ്റുൻ, വിഷവും അയാളെ ഏൽക്കുകയില്ല, സിഹ്റും അയാൾക്ക് ബാധിക്കൂല എന്നാണ് ബുഖാരി ഉദ്ധരിച്ചതാണ്. അപ്പം അജ്വാ കാരക്ക തിന്നാൽ ഓൻ എന്ത് ഏൽക്കൂല? ഓന് വിഷമേൽക്കൂല, ഓന് സിഹിറും ബാധിക്കും. സിഹിർ ഫലിക്കും എന്ന് പറയണോല് ഉദ്ധരിക്കുന്ന ഹദീസ. പക്ഷെ ഇതില് ദാലിക്കൽ യൗമ സുമ്മുൻ വലാ സിഹിറും എന്നുള്ളോടത്ത് സുമ്മ് വല്ല ഉമ്മും, സിഹിർ ബാധിക്കൂല, അത് വായിച്ചു കൊടുക്കൂല, സിഹിർ ബാധിക്കൂല. അപ്പൊ സിഹിർ ബാധിക്കും എന്നുള്ളതുകൊണ്ടല്ലേ എന്നാ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. നമുക്കൊരു ബുദ്ധി ഉണ്ടല്ലോ, അജ്വാ കാരക്ക കൊടുക്കുക, 7 എണ്ണല്ല, ഒരു 14 തന്നെ കൊടുക്കുക, 21 തന്നെ കൊടുക്കുക, ഒന്ന് ഊക്ക് കൂടിക്കോട്ടെ, എന്നിട്ട് ഓന് കുറച്ച് കുരുടാൻ കൊടുക്കുക. ഹദീസിലുള്ളതാണ്, ബുഖാരി ഉദ്ധരിച്ചതാണ്. അപ്പൊ അജ്വാ കാരക്ക കൊടുക്കുക, എന്നിട്ട് വിഷം കൊടുക്കുക, കുടിക്കുക. കാരണം ഹദീസിലുള്ളതാണ്. ഓൻ എന്ത് ചെയ്യൂല? വിഷം സിഹിർ ബാധിക്കുമല്ലേ എന്നുള്ളത് അവിടെ വെക്കട്ടെ, വിഷം ബാധിക്കും എന്നുള്ള റസൂലുള്ളാഹി പറഞ്ഞുള്ള വിഷം ഏൽക്കൂല എന്നാണ്. ഓന് വിഷം കൊടുക്കുക ധൈര്യമായിട്ട്. ഈ കൂട്ടത്തിൽ ആരാണ് കുടിക്കാനുള്ളത് നമുക്കൊന്ന് കാണണം. എന്താ ഇയാൾ പറഞ്ഞ? ഹദീസുള്ളതാണ്, ബുഖാരിയാണ്. ഈ കൂട്ടത്തിൽ ആരാണ് അജ്വാക്കാരൊക്കെ തിന്നിട്ട് വിഷം കുടിക്കാൻ തയ്യാറ്? ഞാൻ ഇയാളോട് ചോദിച്ചു, ഇത് ഇയാൾ കഴിഞ്ഞ മാസത്തിൽ ഇയാളുടെ നാട്ടിൽ പോയി ക്ലിപ്പിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. തിരുത്തും നമ്മൾ വിചാരിച്ചു, ഇതൊരു തിരുത്തില്ല. ഇന്ന് തിരുത്തിയ എന്ന് നിർത്തും, തിരുത്തിയിട്ടില്ല. CD ടവർക്കാർക്ക് തിരുത്തിക്കാൻ കഴിയുമോ? തിരുത്തിക്കിങ്ങൾ. ഞങ്ങളിവിടെ ഹദീസ് നിഷേധിച്ചെന്ന് ചോദിച്ചെടുക്കാണല്ലോ. ഇതാ കേട്ടോളി, തെളിവാ പറഞ്ഞു, പുളിക്കലങ്ങാടി. ഇത് ഇയാളെ കൊണ്ട് തിരുത്തിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്താ ഇയാൾ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ എന്നല്ല. അജ്വാക്കാരൊക്കെ 7 വെറും വയറ്റിൽ തിന്നാൽ വൈകുന്നേരമാകുന്നവരേക്ക് സുമ്മു സിഹറും ബാധിക്കൂല. അപ്പൊ ഇയാള് ഒരു യുക്തിവാദി ചോദിക്കണ പോലെ ചോദിക്കാണ്. എന്താ ചോദിക്കണത്? എന്നാ കുരുടാൻ കുടിക്കോ? അത് റസൂൽ പറഞ്ഞല്ല. എന്നാ ഞാൻ ഇയാൾ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇമാം മുസ്ലിം ധരിച്ച വേറെ ഹദീസ് പിടിച്ചോ. എന്താ ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നസല അഹദുക്കും മൻസിലൻ ഫൽയഖുൽ അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്. നിങ്ങളൊരു നാട്ടിൽ ചെന്നിറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഫഇന്നഹു ലാ യദുറു ശൈഉൻ ഹത്താ യർതഹില മിൻഹു, അവൻ ഒന്നും തന്നെ ഉപദ്രവം ഉണ്ടാവുകയില്ല ആ നാട്ടിൽ നിന്ന് ഓൻ യാത്ര മടങ്ങുന്നത് വരെ. ഞാൻ ചോദിക്കുന്നു, ഇത് പ്രസംഗിച്ച് ഷഫീഖ് അസ്ലം മൗലവിയുടെ CD ടവർക്കാരോടും ഈ ഹദീസ് ഒരു യുക്തിവാദി പൊളിക്കൽ എന്ന് പ്രസംഗിക്കാൻ, എന്നിട്ട് CD ടവർക്കാരനെ വെല്ലുവിളിക്കുന്നു. എന്താ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസല്ലേ? അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് പറയും. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് പുളിക്കലങ്ങാടിയിൽ ഇറങ്ങുമ്പം ആ കൊണ്ടോട്ടിയിൽ നിന്നും രാമനാട്ടിൽ നിന്നും പുളിക്കലങ്ങാടിയിൽ ഒരാൾ ഇറങ്ങിയാൽ ഇത് പ്രാർത്ഥിച്ചാൽ ആ പുളിക്കലങ്ങാടിയിൽ നിന്ന് തിരിച്ച് ബസ് കയറുന്നത് വരെ ഷൈഉൻ, സുമ്മു സീറോ അല്ല അവിടെ, ഷൈഉൻ, ഒരൊന്നും ബാധിക്കൂല. ഒരു യുക്തിവാദി വന്നിട്ട് ഇവിടെ ജബ്ബാർ വന്നിട്ട് പ്രസംഗിക്കുകയാണ് KNM CD ടവർക്കാരോട്, ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഈ ഔദു ബികലിമാത്തില്ലാഹി തആമ്മാതി ശർരി മാ ഖലഖ് നിങ്ങൾ ചൊല്ലിക്കോ, ഞങ്ങൾ കുരുടാൻ തരാ, കുടിക്കോ? ചോദിച്ചാൽ എന്താ പറയാ? റസൂലുള്ളാഹിന്റെ ഹദീസിനെ പരിഹസിക്കാൻ. റസൂലുള്ളാഹിന്റെ ഹദീസിനെ പരിഹസിക്കുന്നവർക്ക് ശിക്ഷ എന്താ? യഥാർത്ഥത്തിൽ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖിസി ഉണ്ടാവും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അത് സത്യമാണെന്ന് നമ്മളെ ധരിക്കണ്ട, അതിവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കേട്ടോളി, മീഡിയ 1 വന്ന
അമുസ്ലിമീങ്ങളായ ആളുകൾ ഇത് ഗവേഷണം ചെയ്ത് കണ്ടെത്തി. ഒരു സീരീസ് അവർക്ക് അത് നേരം കൊടുത്തിട്ടില്ല. അമുസ്ലിമീങ്ങളായ ആളുകൾ ഈ അജ്വാക്കാരക്കനെ സംബന്ധിച്ച് പഠിച്ച് ആ അജ്വാക്കാരക്കന്റെ മഹത്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, കാണണം. മദീനയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അജ്വ ഈന്തപ്പഴത്തിൽ അർബുദം പോലുള്ള മഹാരോഗങ്ങൾ തടയുന്നതിനുള്ള ഘടകങ്ങൾ അടങ്ങിയതായി കണ്ടെത്തൽ. US ആസ്ഥാനമായി ഇറങ്ങുന്ന കാർഷിക ഭക്ഷ്യ ഗവേഷണ പ്രബന്ധത്തിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത്. ആന്റി ഓക്സിഡന്റിന് തുല്യമായ ഘടകങ്ങൾ അജ്വ ഈന്തപ്പഴത്തിലുള്ളതായി പഠനം വ്യക്തമാക്കുന്നു. റിയാദ് ആസ്ഥാനമായുള്ള കിങ് സൗദ് യൂണിവേഴ്സിറ്റിയും മിഷിഗൺ സർവകലാശാലയും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ. അർബുദം പോലുള്ള മാരക രോഗങ്ങൾ തടയുന്നതിന് ഉപയോഗപ്രദമായ ഘടകങ്ങൾ അജ്വയിൽ അടങ്ങിയിട്ടുണ്ടെന്നതിന് തെളിവുകൾ ലഭിച്ചതായി പഠനം വ്യക്തമാക്കുന്നു. വാണിജ്യപരമായി ലഭ്യമായ ഇബുപ്രൊഫേൻ, ആസ്പിരിൻ എന്നിവയ്ക്ക് സമാനമായ ഘടകങ്ങളാണ് ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ളത്. വിപണിയിൽ നിലവിലുള്ള വാണിജ്യ ആന്റി ഓക്സിഡന്റ് ഉൽപ്പന്നങ്ങൾക്ക് തുല്യമാണ് ഇവയെന്നും ഗവേഷകർ പറയുന്നു. മിഷിഗൺ സർവകലാശാലയിലെ നാച്ചുറൽ മെറ്റീരിയൽസ് ലബോറട്ടറി മേധാവി പ്രൊഫസർ മുരളീധരൻ നായർ കിങ് സൗദ് യൂണിവേഴ്സിറ്റി ഈന്തപ്പന ഗവേഷണ വിഭാഗവുമായി സഹകരിച്ച നായരാണ് ഇതിന്റെ പഠന നേതൃത്വം കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് മുരളീധരൻ നായർക്ക് മനസ്സിലായോ? നമ്മളെ ചില മറ്റേ ആൾക്കാർക്ക് മനസ്സിലായില്ല. ഒലിപ്പളും പരീക്ഷിച്ചെടുക്കുക. ഇത് ചേകനൂർ മൗലവിന്റെ ശൈലിയാണത്. ഇത് മുജാഹിദീങ്ങളുടെ ശൈലിയില്ല. കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ വേറെ മൗലവി പ്രസംഗിച്ച എന്താ, എവിടെ ഹദീസ് നിഷേധമല്ല പിടിച്ച രണ്ടാമത്തെ തെളിവ്. ഇതേ അജ്വാക്കാരക്കന്റെ ഹദീസൊക്കെ പരിശോധിച്ച് ലബോറട്ടറി ഒക്കെ പരിശോധിച്ചിട്ട് ഇനി നമുക്ക് പറയാൻ പാടുള്ളൂ. കേട്ടോളൂ. എല്ലാ ദിവസവും രാവിലെ 7 കാരക്ക തിന്നാൽ ആ ദിവസം വിഷബാധയുണ്ടാവുകയില്ല എന്ന ഹദീസും ഇതുപോലെ പഠനത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കി തീർക്കേണ്ടതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ചില ഹദീസുകളെ പൊക്കിപ്പിടിച്ച് ഹദീസുകളുടെ വിശ്വാസ്യത തന്നെ തകർക്കുവാനുള്ള ശ്രമം പരാജയപ്പെടുത്തുക തന്നെ വേണം. അതേ അവസരം ഏതൊരു ഹദീസും സൂക്ഷ്മമായ പഠനത്തിനും പരിശോധനയ്ക്കും ശേഷം മാത്രമേ തള്ളാനോ കൊള്ളാനോ പാടുള്ളൂ. ഭാഗ്യവശാൽ ഇന്ന് അത്തരം ശ്രമങ്ങൾ വളരെ ജാഗ്രതയോടെ നടന്നുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അതൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ. അജ്വാക്കാരക്കൻ്റെ ഹദീസും സംസമിൻ്റെ ഹദീസും ഒക്കെ നിങ്ങൾ പരിശോധിച്ചു. ഞങ്ങൾ റസൂൽ പറഞ്ഞാൽ സമയനാവാത്ത ഞങ്ങൾ ലാബോറട്ടറിയിലൊക്കെ പരിശോധിച്ച് ഏതെങ്കിലും അമുസ്ലിങ്ങളൊക്കെ കിട്ടിയ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ട് സ്വീകരിച്ചോളി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആമന്നാ വസദ്ദഖ്ന, ഇതാണ് മുഅ്മിനീങ്ങളുടെ നിലപാട്. മനസ്സിലായില്ലേ? അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ ചേകനൂർ മൗലവി വന്നിട്ട് പറഞ്ഞ് വേറൊരു കാര്യം എന്താ പറയുക, അതായത് ഖുർആനിൽ ഹജ്ജിനുള്ള സ്ഥാനവും രൂപവും എന്ന് പറഞ്ഞ പുസ്തകമാണ്. ചേകനൂർ മൗലവിയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അയാൾ സംസം വെള്ളത്തെക്കുറിച്ചൊരു അധ്യായം ഉണ്ട്. ഈ പുസ്തകത്തിൻ്റെ 75-ാമത്തെ പേജിൽ എന്താ അറിയോ, സംസം ഹെഡിങ് എന്താ അറിയോ, സംസം വെള്ളത്തിന് യാതൊരു പുണ്യവുമില്ല. ഇത് ചേകനൂരിൻ്റെ പുസ്തകം കേട്ടോ. ഞാൻ കുറച്ച് ശബാബങ്ങൾ കാണിക്കാം. ചേകനൂരിൻ്റെ പുസ്തകത്തിൽ എന്താണ്, സംസം വെള്ളത്തിന് യാതൊരു പുണ്യവുമില്ല. ഇനി അടുത്ത ഹെഡിങ് എന്താ അറിയോ, സംസം വെള്ളത്തിൽ 99% മായം. 1% ഒഴിവാക്കിയാണ്. സംസം വെള്ളത്തിൽ 99% മായം. ഇനി കേട്ടോളൂ, സംസം വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് ലൈൻ ഉണ്ട്. എന്നിട്ട് ആ പൈപ്പ് ലൈൻ വഴിയാണ് പിന്നെ സംസം ഇങ്ങനെ വരുന്നത്, അതല്ലാതെ ഉറവ് വിട്ടല്ല. ഇത് ചേകനൂർ മൗലവി സംസം വെള്ളത്തെക്കുറിച്ച് എഴുതിയതാണ്. എന്ന് പറഞ്ഞാൽ സംസം വെള്ളം സാധാരണ വെള്ളമാണ്, ഒരു പ്രത്യേകതയില്ല. എന്നാലേ എൻ്റെ കയ്യിലുള്ളത് ശബാബ് വാരിക, മർക്കസ് ദവക്കാർ ശരിക്കും ശ്രദ്ധിച്ചോളി. ഇതൊക്കെ ചേകനൂർ മൗലവിൻ്റെ ആശയം നമ്മളെ പ്രസിദ്ധീകരണത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് വിചാരണ നടത്തിയിട്ട് ഇന്ന് കടന്നുറങ്ങുന്നതിന് മുമ്പ് നല്ലോണം ആലോചിച്ചോളി. സംസം വെള്ളം രോഗശമനിയോ, ഇതിലെന്താ പറഞ്ഞാൽ അറിയോ, സംസമിൻ്റെ പോരിശ പറയുന്ന ഹദീസുകൾ ഇമാം ദാറുഖുത്നി, എന്നിട്ട് അദ്ദേഹം പറയാണ് പിന്നെ ഇമാം ദാറുഖുത്നി തന്നെ ദുർബലമാണെന്ന് പറഞ്ഞവരുണ്ട്. എന്നിട്ട് സംസം വെള്ളം അനുഗ്രഹീതമായ വെള്ളമാണ്, അത് വിശപ്പിന് ഭക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രമാണ് സ്ഥിരപ്പെട്ടത്. സംസമിൻ്റെ ആകെ ഒരു ഹദീസേ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. അതേത് ഹദീസ് എന്നറിയോ, സംസം വെള്ളം എന്ന് പറഞ്ഞാൽ അത് മാഉൻ മുബാറക്കാണ്, അനുഗ്രഹീതമായ വെള്ളമാണ്, വിശപ്പിന് ഭക്ഷണമാണ്
ഇനി അടുത്ത വാചകം എന്താ അറിയോ? മഴവെള്ളത്തെ സംബന്ധിച്ച് അനുഗ്രഹീതമായ വെള്ളമാണെന്ന് സൂറത്തുൽ ഖാഫിൽ പറയുന്നുണ്ട്. അപ്പം എന്തായി? മാൻ മുബാറക് എന്ന് സംസമിനെ കുറിച്ച് ആകെ ഒരു സ്വഹീഹ് ഹദീസ് വന്ന എന്താണ്? അത് അനുഗ്രഹീതമായ വെള്ളമാണ്. എന്നാൽ തൊട്ടടുത്ത വാചകം എന്താ? മഴവെള്ളത്തെക്കുറിച്ച് അനുഗ്രഹീതമായ വെള്ളമാണെന്ന് സൂറത്തുൽ ഖാഫിൽ അല്ലാഹ് പറയുന്നുണ്ട്. അപ്പം എന്തായി? മഴവെള്ളവും സംസം വെള്ളവും രണ്ടും മാ മുബാറക്കാണ്. അപ്പം മഴവെള്ളം പോലെ തന്നെയാണ് സംസം വെള്ളം. എന്നാൽ പിന്നെ 5 ലിറ്ററൊന്നും ആ 5 ലിറ്റർ വല്ല കുട്ടികൾക്ക് വല്ല അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നാൽ പോരെ. എന്തിനാ സംസം വെള്ളം കൂടെ ഏറ്റുകൊണ്ടൊരു കേരളത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് കേരളത്തിൽ. അവിടെ ആലോചിച്ച് നോക്കി. ഇത് ചേകനൂർ പോലെ പറഞ്ഞതാണ്. അത് നമ്മൾ പ്രസിദ്ധീകരിച്ച് വരാൻ പാടില്ല. ഇത് തിരുത്തിയിട്ടില്ല. ഇനി മാത്രമല്ല, ഇതേ പുസ്തകത്തിൽ തന്നെ, ഇതേ ചേകനൂർ മൗലവിയുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് വേറെ ഹജറുൽ അസ്വദിനെ പറ്റി പറയുന്നത് കാണാം. ഹജറുൽ അസ്വദിൻ്റെ 66-ാമത്തെ പേജിൽ കാണാം, ഹജറുൽ അസ്വദ് എന്ന ശിർക്കൻ കല്ല് ബഹിഷ്കരിക്കുക. ഹജർ അസ്വദിന് യാതൊരു പ്രത്യേകതയില്ല, ശിർക്കൻ കല്ലാണ്. എന്നാൽ അതേ സമയത്ത് ശബാബ് വാരികയിൽ വന്ന ലേഖനം എന്താ? ഹജറുൽ അസ്വദിൻ്റെ പോരിശ. ഈ ഹജറുൽ അസ്വദിൻ്റെ പോരിശ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ലേഖനം എഴുതാണ്. എന്താ അറിയോ? ആദ്യകാലത്തെ പ്രഗത്ഭരായ മുജാഹിദ് പണ്ഡിതന്മാർ ഹജറുൽ അസ്വദിന് യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിരുന്നില്ല. കാരണം ഹദീസിൽ നിന്ന് മനസ്സിലായത് സാധാരണ കല്ല് പോലൊരു കല്ലായിട്ടാണ്. അപ്പൊ സാധാരണ കല്ല് പോലെ കാബ മുഴുവൻ കല്ലല്ലേ? ഇല്ലേ? കാബ കല്ലുകൊണ്ടല്ലേ ഉണ്ടാക്കി, മാർബിൾ കൊണ്ടൊന്നുമല്ലല്ലോ. നീ മാർബിൾ ആണെങ്കിൽ അതും കല്ല. ആ കാബ മുഴുവൻ കല്ലായിട്ടും ആ സാധാരണ കല്ലായിട്ടാണ് മനസ്സിലായത്. ഇനി വീണ്ടും പറയാൻ, ചുരുക്കത്തിൽ ഹജറുൽ അസ്വദ് ഒരു സാധാരണ കല്ലാണ്. അതിനെ ചുംബിക്കുന്നവർക്കും തൊട്ടുമുട്ടുന്നവർക്കും രണ്ട് ലോകത്തും യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. അഥവാ സാധാരണ കല്ല് പോലെ തന്നെ. ഒരു പ്രത്യേകതയും ഹജറുൽ അസ്വദില്ല. ഇത് ചേകനൂരിസമാണ്, തെളിവാ പറഞ്ഞിട്ടുള്ളത്. ഇനി കേട്ടോളി. ഇനി അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള പല ഇബാദത്ത്. ഇപ്പം നമുക്കറിയാം, ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ നമ്മുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും ബോംബിട്ടുകൊണ്ടും തകർത്തുകൊണ്ടിരിക്കണം. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അവർക്ക് ചെയ്യാനാവുന്ന മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കുനൂത്ത് ചെയ്യാൻ, നമ്മൾ നിസ്കാരത്തിൽ 5 നേരം നമ്മൾ ഇസ്രായേലിനെതിരെ കുനൂത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർ പറഞ്ഞു പോയി എവിടെ തീരാൻ? കുനൂത്ത് ഓതാൻ പാടില്ല എന്നാ. മർക്കസ് ദഅവക്കാരെ ഇവിടെ വാദം എന്താ അറിയോ? കുനൂത്ത് ഓതാം, അത് എക്സ്ട്രാ ഫിറ്റിങ്സ് നിസ്കാരത്തിൽ പാടില്ല. നിങ്ങൾ ശരിക്കും തിരിച്ചോളി, എവിടുക്കാതൊക്കെ പോണത്? ഇസ്ലാമിൻ്റെ ഓരോ സ്ക്രൂ അയച്ച് ഇപ്പോൾ സംസം പോയി, ഹജറുൽ അസ്വദ് പോയി, അതുപോലെ തന്നെ ബാക്കിയുള്ളത് പോയി. ഇനി നിസ്കാരം പോകാൻ പോണ്. നിസ്കാരത്തിൽ ഖുനൂത്ത്. ഒരു ചോദ്യം ഉത്തരം നിങ്ങളൊന്ന് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുനൂത്ത് ഓതിയതായിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫലസ്തീനിലെ വിഷയം നടക്കുമ്പം മുസ്ലിം സമൂഹം വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഖുനൂത്ത് ഓതാൻ പറ്റൂലെങ്കിൽ അത് ഏത് അവസരത്തിലാണ് നമുക്ക് ഓതാൻ പറ്റുന്നത്? അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സമകാലികമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഖുനൂത്ത് എന്നത് യഥാർത്ഥത്തിൽ വളരെ വിനയത്തോടു കൂടി ആരാധന, ഇബാദത്ത്, പ്രാർത്ഥന ഒക്കെ നിർവഹിക്കുന്നതിൻ്റെ അറബി ഭാഷയിലുള്ള ഒരു പേരാണ്. അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ് ഓരോ വിശ്വാസികൾ. നമുക്ക് സ്വതന്ത്രമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. എന്നാൽ പ്രത്യേകമായ രൂപവും ഭാവവും നിശ്ചയിക്കപ്പെട്ട നമസ്കാരം പോലെയുള്ള പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിലേക്ക് നമ്മളായിട്ട് ചിലത് പ്രത്യേകം കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രാർത്ഥനയെ അത് ബാധിക്കുമെന്നുള്ള ഉറപ്പാണ്. ഏതെങ്കിലും പ്രത്യേക പശ്ചാത്തലത്തിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഇടം എന്ന നിലക്ക് ഖുനൂത്തിനെ കാണുന്നത് പ്രവാചക ചര്യവുമായി വേണ്ടത്ര പൊരുത്തപ്പെടുന്ന കാര്യമല്ല. നബിയുടെ കാലത്ത് ഉണ്ടായിരിക്കുന്ന ചില പരീക്ഷണങ്ങളിൽ, ചില പ്രയാസങ്ങളിൽ, ചില പീഡനങ്ങളിലൊക്കെ അള്ളാഹുവോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു ഖുനൂത്തിൻ്റെ സിസ്റ്റം സ്വീകരിച്ചിരുന്നു. പക്ഷെ അള്ളാഹു അത് ഇടപെട്ട് അതിനെ ആക്ഷേപിക്കുകയും അത് നിർത്തിവെക്കുകയും ചെയ്യുകയുണ്ടായിട്ടുള്ളത്.
വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ-ഇംറാനിൽ അതിലേക്ക് ചേർത്ത് പറയാവുന്ന ചില വാക്യങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട്. കാരണം അക്രമികളായിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, അവർ ഇനി അള്ളാഹുവോട് പശ്ചാത്തപിക്കുമോ, അവരുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, പ്രവാചകർക്ക് പോലും അറിയില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിങ്സ് നമസ്കാരം പോലെയുള്ള വ്യവസ്ഥാപിതമായ കൃത്യമായി കണിശമായി പഠിപ്പിക്കപ്പെട്ട ഇബാദത്തുകളിലേക്ക് കൂട്ടിച്ചേർക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഖുനൂത്ത്. പ്രാമാണികമായി അത് നമുക്ക് സാധൂകരിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് നമസ്കാരം പ്രാർത്ഥനയാണ്. നമസ്കാര അനന്തരം പ്രാർത്ഥിക്കുവാൻ ഇഷ്ടം പോലെ അവസരമുണ്ട്. അതല്ലാത്ത സന്ദർഭങ്ങളിലും നന്നായി നമുക്ക് അവസരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നല്ല ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ അതൊരു പ്രത്യേക ആചാരമായ അനുഷ്ഠാനമായി വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അപ്പം ഈ ആളോട് ചോദിക്കണമെന്ത്, ഫലസ്തീനിൽ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് കുനൂത്ത്, മുസ്ലിമീങ്ങളായ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുനൂത്ത് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കിൽ എന്ന് പറയുന്ന ആ വ്യക്തി പറയണത് അത് ഖുർആനിലെതിരാണ്. അഥവാ ഇസ്ലാമിൽ അങ്ങ് നിസ്കാരത്തിനിടയിൽ അങ്ങനെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ ഇത് കെ എം മൗലവിൻ്റെ ഫത്വകളാണ്. കെ എം മൗലവിയുടെ ഫത്വകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട് അറിയോ? ഇതൊക്കെ മർക്കസ് തവക്കൽ വിശദീകരിച്ചാണ്. 948 മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ഫലസ്തീൻ പ്രശ്നം ഉണ്ടായപ്പോൾ ചില ആളുകൾ പറയും, പിന്നെ ഇവിടെ പറയാറുണ്ട് സലഫികൾ എന്താ ചെയ്യണത് 948 മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കുനൂത്തിനുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫത്വ കൊടുത്തിട്ടുണ്ട്. അഥവാ ഇക്കാലത്ത് ഇനി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി, ഈ കാലത്ത് ഫലസ്തീൻ കാര്യം മുതലായ അനേക സംഗതികൾ നമുക്ക് ഭയങ്കരങ്ങളായിരിക്കുന്ന ആപത്തുകളാണ് തീർച്ചയാണ്. അതിനാൽ ഇക്കാലത്ത് എല്ലാ നമസ്കാരങ്ങളിലും കുനൂത്ത് നല്ലതാകുന്നു, പ്രത്യേകിച്ചും ഫജ്ർ നമസ്കാരത്തിൽ. 948 കൊടുത്ത ഫത്വയാണ്. ഇപ്പോൾ ഫജ്ർ നിസ്കാരത്തിൽ അടക്കമുള്ള സംഗതികളിൽ കുനൂത്ത് ഓതണം. ഇപ്പോൾ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ എന്ന് പറയുന്ന മർക്കസ് ദഅവ നേതാവ് പറയാണ് കുനൂത്ത് പാടില്ല, അത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ശരിക്കും ചിന്തിച്ചോളി. അതേപോലെ തന്നെ അത് കഴിഞ്ഞു, ഇനി പോയി അവസാനം എവിടെ എത്തിച്ചാൽ വിശുദ്ധ ഖുർആനിലും തെറ്റുകൾ ഉണ്ടാകാം. ആലോചിച്ചു വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ എന്ന ആയത്ത്, ആ ആയത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം, ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് കരിമ്പിലാക്കൽ മൗലവി കൊടുക്കുന്ന മറുപടി അറിയോ? അവിടെ വമാ ഉൻസില അലൽ മലക്കൈനി എന്ന് പറഞ്ഞാൽ അത് ചില തെറ്റിദ്ധാരണകൾ മൂലമുണ്ടായതാണ്. യഥാർത്ഥത്തിൽ മലിക്കൈനി എന്നാണ്, 2 രാജാക്കന്മാർ എന്നാണ് പറയേണ്ടത്. ഒരിക്കലും മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മലക്കിനെ സിഹിർ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കൂല. കാഫിറായി പോകുന്ന ഒരു പണിയും ഒരു മലക്കും ചെയ്യില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാബിലോണിൽ ഇറങ്ങിയിരിക്കുന്ന ഈ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്നവർ മലക്കുകളാണ് എങ്കിൽ തീർച്ചയായും അവർ സിഹിർ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിച്ചു എന്ന് പറയുന്ന ഭാഗം അതൊരു അബദ്ധവശാൽ ഉണ്ടായിരിക്കുന്ന തെറ്റായ ധാരണ മാത്രമാണ്. അതിന് ആ നിലക്ക് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ആയത്ത് തന്നെ നമ്മളതിൻ്റെ ഭാഷാപരമായിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും വായിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ശരിയായ ആശയതലങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. എന്താ പറഞ്ഞത്? മലക്കുകളാണെന്ന വാദം അത് അബദ്ധവശാൽ ഉണ്ടായിരിക്കുന്ന തെറ്റാ. എന്നാൽ അള്ളാന്റെ ഖുർആൻ എന്താണെന്ന് അറിയോ? അള്ളാന്റെ ഖുർആൻ ഞാൻ ഓതിത്തരാം. വമാ യുഅല്ലിമാനി മിൻ അദാ വമാ ഉൻസില അലൽ മലക്കൈനീൻ. ഈ മുസാഫ് എടുത്ത് നോക്കി, വമാ ഉൻസില അലൽ മലക്കൈനീൻ. അതൊരു തെറ്റായ ധാരണ മൂലം ഉണ്ടായത്. ആർക്ക് ധാരണ? അവിടെ മലിക്കൈനി ഖിറാഅത്തുണ്ട്, പക്ഷേ ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മൂക്കി കീപ്പെട്ട ഒരു മനുഷ്യനും മലക്കൈനി എന്നുള്ളത് തെറ്റാണെന്ന് ഇയാളുടെ മുമ്പ് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. എവിടുക്കാ കൊണ്ടുപോകണം? സാധാരണക്കാരൻ നല്ലോണം ചിന്തിച്ചോളി. അള്ളാന്റെ ഖുർആനുക്കും കയറിപ്പോ, ഹജറുൽ അസ്വദും സംസമൊക്കെ കയറി അള്ളാന്റെ ഖുർആനിലും കടന്നു പോ. ഇതന്നെ ചേകനൂർ മൂലി അദ്ദേഹത്തിന്റെ ഹജ്ജ് എന്ന കിതാബിൽ ഇതിൽ പറയുന്നുണ്ട്, ഖുർആനിൽ മോശമായ ഖിറാഅത്തുകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പം മെല്ലെ പോകാണ്. ഇത് ആരോപിക്കാൻ വേണ്ടി പറയില്ല, ഇങ്ങനെ ഈ രീതിയിൽ. അതുപോലെ തന്നെ മഹദി ഇമാമുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളുണ്ട്. ആ മഹദി ഇമാമുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ
എന്താ കൊടുക്കുന്ന മറുപടി അറിയോ? അലി മദനി സാഹിബ് കൊടുക്കുന്ന മറുപടി എന്താണ്? അതിൽ അദ്ദേഹം പറയാണ്, ഹദാ യഹ്ദി മഹദി, മഹദി വരുമ്പോ കാണാം. ഈ കൊട്ടിഘോഷിപ്പിക്കപ്പെടുന്ന ഈ ഇമാം മഹദി, അദ്ദേഹം ഇവിടെ ജനിക്കുകയും പിന്നീട് കുറച്ച് പ്രായം പായസായപ്പോൾ മറയുകയും ചെയ്തു. ഇപ്പോൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇമാം മഹദി, അത് ഷിയാക്കളുടെ സൃഷ്ടിയാണ്. ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പലപ്പോഴും ആ മഹദിയെക്കുറിച്ചാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, നമ്മളുടെയൊക്കെ സ്റ്റാറ്റസിൽ അറിയാതെ വരാറുള്ളത്. എന്നാൽ വേറൊരു മഹദി ഉണ്ട് എന്ന് വെച്ചാൽ ഹദാ യഹ്ദി മഹദി, അറബി ഭാഷയിൽ പറഞ്ഞാൽ ഒരു പരിഷ്കർത്താവ്. അവസാന കാലഘട്ടത്തിൽ ഒരു പരിഷ്കർത്താവ് വരികയാണെങ്കിൽ അന്നേരം നമുക്ക് ആലോചിക്കാം അയാളുടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിലാണെങ്കിൽ അയാൾ വന്നാൽ അന്നേരം നമുക്ക് കാണാം. അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 30-ലധികം ഹദീസുകളുണ്ട്. മഹദി ഇമാം വരുന്നു. എന്താ പറഞ്ഞു? വരികയാണെങ്കിൽ കാണാം. അപ്പോൾ ഇയാളുണ്ടാവോ? അങ്ങനെയാണ് ദജ്ജാലിനെ പറ്റി പറഞ്ഞോളി. ദജ്ജാൽ എന്ന് പറഞ്ഞൊരു ഫിത്തനക്കാരൻ വരാണ്ട്. അത് വരുമ്പോൾ നമുക്ക് മുപ്പരെ ഫിത്തനൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഇതാണോ മുഅ്മിന്റെ നിലപാട്? സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കാൻ. ഇനി മാത്രമല്ല, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ നിഷേധിക്കേണ്ടി വന്നെന്ന് വെച്ചാൽ തൗഹീദിൽ അബദ്ധമാണ്, തൗഹീദിൽ സംഭവിച്ച പിഴവാണ്. എൻ്റെ കയ്യിൽ എന്താ അറിയോ? തൗഹീദും നവയാദാസികളുടെ വ്യതിയാന യുവത പുസ്തകമാണ്. ഇതിലുള്ളൊരു ഉദ്ധരണി ഫൈസൽ മൗലവി പറഞ്ഞപ്പോൾ ചില ആളുകൾ മർക്കസവക്കാർ അത് ഫൈസൽ മൗലവി കളവ് പറയാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നാകെ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. എന്താ അതിലറിയോ? ഇതിൽ 8-ാമത്തെ 11-ാമത്തെ പേജിൽ പറയാണ്, മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒക്കെ വലാലത്തിൻ്റെ അടിസ്ഥാനം. മലക്കിന് നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ഓ മുശ്രിക്കാണ്. അപ്പം അള്ളാൻ്റെ ഖുർആൻ നേരത്തെ കരിമ്പിലാക്കിൽ പറഞ്ഞ പോലെ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറേ എഡിറ്റിങ് നടത്തേണ്ടി വരും. ഞാൻ അവസാനിപ്പിക്കാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയും. ചില ആളുകൾക്ക് സംശയമുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞൊക്കെ ശരിയാണ്, എന്നാലും ഇപ്പം ഇങ്ങോട്ട് വസീലത്ത് ശിർക്കുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ, അങ്ങനെ ഉണ്ടാവും ചിലർക്ക്. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, എല്ലാം ശരി തന്നെ, അതിൽ തെറ്റൊന്നുമില്ല. എന്നാലും ഇപ്പം നിങ്ങൾ ഈ വസീലത്ത് ശിർക്ക് ആരും കാണാത്ത എവിടെയും കേൾക്കാത്തൊരു വസീലത്ത് ശിർക്കുണ്ട് എന്ന് പറഞ്ഞ ആളല്ല നിങ്ങൾ. അപ്പം നിങ്ങളിതൊക്കെ ബാത്തിലായില്ല. എന്നാ കേട്ടോളൂ, വസീലത്ത് ശിർക്ക് ആദ്യം പറഞ്ഞ അറബി ഇഷ്ടമൊന്നുമല്ല. ഇപ്പം ഇന്ന് സിരി ടവർ വിഭാഗത്തിൻ്റെ പണ്ഡിത സഭ എന്ന് പറയുന്ന അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന കായക്കൊടി എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഈ അടുത്ത് കൂക്കിയ കേൾക്കുന്ന സ്ഥലത്താണ് ജാമിയ സലഫിയ. ആ ജാമിയ സലഫിയയുടെ ലൈബ്രറിയിൽ അവതരിപ്പിച്ച പ്രബന്ധത്തിന് ഞാൻ വായിക്കണം കേട്ടോ. ഇത് വിസ്റ്റർ എഴുതിയ പ്രബന്ധമല്ല, അനീഫ് കായക്കൊടി കൈകൊണ്ട് എഴുതി ടൈപ്പ് ചെയ്ത പ്രബന്ധമാണ് കേട്ടോളൂ. ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് ദറായു ശിർക്ക്, വസായിലു ശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. ചില പണ്ഡിതന്മാർ, ഞങ്ങൾ ചോദിക്കുന്നു, ഈ ചില പണ്ഡിതന്മാർ ആരാണ്? വിശുദ്ധ പണ്ഡിതന്മാരാണോ? ഇത് എഴുതുമ്പോൾ വിശുദ്ധമില്ല, ഇത് എഴുതുമ്പോൾ വിശുദ്ധമില്ല. അപ്പം ഈ ചില പണ്ഡിതന്മാർ എന്ന് ഈ ഹനീഫ് കായക്കൊടി പറഞ്ഞ ആ ചില പണ്ഡിതന്മാർ ആരാണ്? ആ ചില പണ്ഡിതന്മാർ മുശ്രിക്കാണോ? ആ ചില പണ്ഡിതന്മാർ ശിർക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അവർ വസീലത്ത് ശിർക്ക് എന്ന പുതിയ ശിർക്ക് ഉണ്ടാക്കിയതാണോ? ഇനി കേട്ടോളൂ. എന്നിങ്ങനെയൊക്കെ മൊത്തത്തിൽ ജിന്നുകളോടുള്ള എല്ലാത്തരം സഹായത്തേട്ടങ്ങളെ കുറിച്ചുമല്ല ഇത്തരം പ്രയോഗങ്ങൾ. എല്ലാം വസീലത്ത് ശിർക്കാന്നല്ല, ചിലതൊക്കെ വസീലത്ത് ശിർക്കാണ്. ആരെഴുതുന്നത്? ഇത് വിസ്തക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കണ്ട ജാമിയ സലഫിയിലെ ലൈബ്രറിയിൽ അവതരിപ്പിച്ച പ്രബന്ധാട്ടോ, കേട്ടോളൂ. മറിച്ച് ഇനി അതുപോലെ ഈ പ്രവർത്തനത്തിന്റെ ഗൗരവം കുറച്ച് കാണിക്കാനുമല്ല. ഇനി വസീലത്ത് ശിർക്ക് കുറച്ച് ചെറുതായി പോയില്ലേ, അങ്ങനെ കുറച്ച് കാണിക്കാനല്ല, മറിച്ച് വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച സാധ്യത മാത്രമാണ്. ഞങ്ങൾ പറയുന്നു വിനയത്തോടുകൂടി, ഈ കായക്കൊടി എഴുതിയതിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ മാറ്റി. ഈ ചില പണ്ഡിതന്മാർ എന്ന് പറയുന്ന പണ്ഡിതന്മാർ തിരുത്തിയോ? ഈ ചില പണ്ഡിതന്മാർ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വസീലത്ത് ശിർക്കുണ്ടെന്ന് പറഞ്ഞത്? ആ ചില പണ്ഡിതന്മാർ നിങ്ങൾ അന്ന് അംഗീകരിച്ചുകൊണ്ടാണല്ലോ ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലെങ്കിൽ ചില ഖുറാഫികൾ, ചില ജുന്നൂരികൾ എന്നല്ല പറയണ്ടേ? അന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞെന്തുകൊണ്ടാ? ആ പണ്ഡിതന്മാർ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലേ? ഇന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ
ഇസ്ലാമിനെ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന പാവങ്ങളായ മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ അതും ഹദീസ് നിഷേധികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ശിർക്ക് ആരോപിക്കുമ്പോൾ നല്ലോണം ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖവാരിജികളെ കുറിച്ച് പറഞ്ഞ റമാഹും ബിശിർക്ക്, അവർ മറ്റുള്ളവർക്കെതിരെ ശിർക്ക് ആരോപിക്കും. റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചോദിച്ചു, ആരോപിക്കുന്നവനാണോ ആരോപിതനാണോ ശിർക്കിന് അർഹൻ? ആരോപിക്കുന്നവനാണെന്ന് റസൂൽ പറഞ്ഞു. ശിർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ശിർക്കാന്ന് പറയും. അത് ആര് ചെയ്താലും, മുജാഹിദ് ചെയ്താലും സുന്നി ചെയ്താലും ആര് ചെയ്താലും ശിർക്കാണ്. പക്ഷെ ശിർക്കാകണം. വേറെ ചില ആൾക്കാരുണ്ട് കള്ളുടിച്ചാലും ശിർക്കാന്നൊക്കെ പറഞ്ഞ ചില മൂല്യന്മാരൊക്കെ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നിപ്പോൾ അത് വിശദീകരിക്കണില്ല. ഏതായിരുന്നാലും സഹോദരന്മാരെ, സംഗതി വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചേകരൂർ മൂലി ഇവിടെ പറഞ്ഞു വെച്ചത് തനിച്ച കുഫ്രിയത്തിൻ്റെ വാദങ്ങളാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ പൊളിക്കാനുള്ള വാദങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവസാനം അയാൾ ഇത് കിതാബിൻ്റെ പേരെന്താ അറിയോ? സർവ്വമത സത്യവാദം ഖുർആനിൽ നിന്നാണ്. എന്നറിയാം ഹദീസ് പ്രമാണമില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഖുർആനിൽ തെറ്റൊക്കെ ഉണ്ട്, സംസമും ഹജർ റസൂദും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവിടെ എത്തിയറിയോ? ഇസ്ലാം മാത്രമല്ല ശരി, എല്ലാം ശരിയാണ്. എൻ്റെ കയ്യിലുണ്ട് പിന്നെ CH മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യനീതി പുസ്തകം. ആ CH മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യനീതി പുസ്തകം അതിൽ പറയുക സർവ്വവേദ സത്യവാദം ഖുർആനിൽ. ചേകനൂർ മൗലവി സർവ്വമത സത്യവാദം ഖുർആൻ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറ സർവ്വ ആ പുസ്തകത്തിന് അവതാരിക എത്തി കൊടുത്തറിയാം ഞങ്ങൾക്ക്. മർക്കസ് ദേവയിൽ പ്രവർത്തിച്ചിരുന്ന CM മൗലവി ആലുവ എന്ന് പറയുന്ന ആളാണ്. എവിടുക്കാ പോകണം നല്ലോണം ചിന്തിച്ചോളി. അള്ളാഹു നമ്മെ ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.